ഇനി പല സ്റ്റഡീസും ഉണ്ട്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സ്റ്റഡി എന്ന് പറയുന്നത് ഈ സ്ട്രോക്ക് ഇൻസിഡന്റ്, അതായത് മസ്തിഷ്ക ആഘാതം ഉണ്ടാകുന്ന ആ ഒരു തരം അസുഖം, പക്ഷാഘാതം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ബ്രെയിൻ അറ്റാക്ക് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ആ സംഗതി റമദാൻ മാസത്തിൽ കൂടുതലാണ്. പല ഹോസ്പിറ്റൽസിൽ നിന്നുള്ള റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ തൽക്കാലം വിടുകയാണ്. ഡോക്ടറെ കാണിക്കണ്ടാ, ഡോക്ടർ ആരിഫ് ഹുസൈനെ കാണിക്കാല്ലേ. നോമ്പ് പിടിക്കാതിരുന്നാൽ തന്നെ ഈ അസുഖം മാറും. ഹുസൈൻ സാർ, ജിമ്മിന് പോകുന്ന ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ? അതെ അതെ. ജിമ്മിന് പോയിട്ട് കുറെ ആളുകൾ അറ്റാക്ക് ഒന്നും മരിക്കുന്നില്ലേ? ജിമ്മും എല്ലാം അടച്ചു കൂട്ടിയാ? ഇല്ല. മൈദയും ചോറും കഴിച്ചിട്ടാണ് കൂടുതൽ കേരളക്കാർക്ക് ഷുഗർ വരുന്നതല്ലേ പറഞ്ഞ? ഇത് രണ്ടും സർക്കാരെ നിരോധിച്ചാ? ഇല്ല. നീയല്ലേ പറഞ്ഞ ആരിഫ് ഹുസൈൻ ഇസ്ലാമിനോട് സ്നേഹമില്ല, ഇസ്ലാമിന്റെ ശത്രുവാണെന്ന്? നോക്കള, ഇതുപോലത്തെ നിന്റെ ഞാൻ പറഞ്ഞില്ലേ ആരിഫ് ഹുസൈനെ കുറ്റം പറയുന്നത്? എടാ മനുഷ്യ, ഇതുപോലൊരു മനുഷ്യനെ കാണണ്ട ഇസ്ലാമിനോട് ഇത്രയും കൂറുള്ളത്. അതായത് മുസ്ലിമീങ്ങളുടെ ആരോഗ്യം, അതും അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ ഏറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട്? ഒരു മുസൽമാന് തോന്നിയിട്ടുണ്ട് അങ്ങനെ? അതായത് നമുക്ക് സ്ട്രോക്ക് വരും, നമുക്ക് നെഞ്ചുവേദന വരും, അറ്റാക്ക് വരും, നോമ്പ് പിടിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി. ഇതിനു മുമ്പ് വേറെ സംഭവം ഉണ്ടായോ? സുന്നത്ത് കല്യാണത്തിലൂടെ നമുക്ക് വേദന ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് കാലെ കൂട്ടി കോടതിക്ക് അറിഞ്ഞു കൊടുത്തു. കോടതി വലിച്ച് മോന്തൊക്കെ എറിഞ്ഞു. അതാണ് വിഷയം. സുന്നത്ത് കല്യാണം നടത്താൻ പാടില്ല, അത് മുസ്ലിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞു. എന്ന് മാത്രമല്ല വിവാഹമോചനം വരെ നടത്തുന്ന പറഞ്ഞു. വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുന്നു. അദ്ദേഹം പറഞ്ഞതേ സുന്നത്ത് കല്യാണം നടന്നു കഴിഞ്ഞാൽ വണ്ടി ആക്സിഡന്റ്. ഞാനപ്പോൾ ആലോചിച്ചത് ഈ സാധാരണ നമ്മൾ ബൈക്കിൽ കൈകൊണ്ടല്ലേ പിടിക്കുന്നത്? ഞാൻ ആകെ കൺഫ്യൂഷൻ ആയി പോയി. കേറിങ് വല്ലാത്ത കേറിങ്ങല്ലേ? ഇക്കട കേറിങ് എന്ന് പറഞ്ഞേട്ടാ, മുസ്ലിമീങ്ങളോടുള്ള ഇക്കട കേറിങ് ഭയങ്കര കേറിങ്ങ. മുനിറേ കണ്ണ് ചിമ്മ ചിമ്മ, മുനിറേ കണ്ണ് ചിമ്മ.